ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റർ ജേണി ലവിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ തൊട്ട് നമ്മൾ ന്യൂസുകളിലെല്ലാം കാണുന്നതാണ് പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്തിൽ അവിവാഹിതയായ 20കാരി പ്രസവിച്ചതിനെ തുടർന്ന് നവജാത ശിശുവിനുണ്ടായ മരണവും കാര്യങ്ങളും എല്ലാം ന്യൂസിൽ വലിയ ഇതായിക്കൊണ്ടിരിക്കുക. ആദ്യം പോലീസ് തന്നെ സംശയിച്ചത് പീഡനത്തെ തുടർന്നുണ്ടായ ഗർഭധാരണമാണോ എന്ന് പോലും സംശയിച്ചിരുന്നു. പക്ഷേ പിന്നീട് പെൺകുട്ടി തന്നെ മൊഴി നൽകിയിരിക്കുകയാണ് കാമുകനിൽ നിന്നുമാണ് ഗർഭം ധരിച്ചിരിക്കുന്നതെന്നും. പക്ഷേ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്താണെന്ന് വെച്ചാൽ ഇത് കാമുകൻ പോലും അറിഞ്ഞിട്ടില്ലെന്നും അതുപോലെ തന്നെ വീട്ടുകാരും ഈ ഗർഭധാരണത്തെക്കുറിച്ച് കുട്ടി ഗർഭിണിയായ വിവരം വീട്ടുകാരെ ആരും അറിഞ്ഞിട്ടില്ലെന്നാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ എത്രമാത്രം സത്യമുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതിനുശേഷമുള്ള വെളിപ്പെടുത്തലുകളും കാര്യങ്ങളും നടന്നെങ്കിൽ മാത്രമേ കൂടുതൽ സത്യാവസ്ഥകൾ തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. ഏതായാലും കുട്ടീനെ ബക്കറ്റിൽ ഉപേക്ഷിച്ചെന്നാണ് പെൺകുട്ടി ആദ്യം മൊഴി നൽകുന്നത്. പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ പെൺകുട്ടി തൊട്ടടുത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിലിൻ്റെ മതിലിനോട് ചേർന്ന് ചേമ്പിലയിൽ പൊതിഞ്ഞ് ചോരക്കുഞ്ഞിനെ കടത്തിയിരിക്കുകയായിരുന്നു. ഏതായാലും നമുക്ക് കൂടുതൽ ന്യൂസിലേക്ക് കടക്കാം. കുട്ടി ബക്കറ്റിലുണ്ട്, മുറിക്കകത്ത് കട്ടിലിൽ പ്രസവിച്ച് 20കാരി, തളർന്ന മാതാപിതാക്കൾ. പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്തിൽ അവിവാഹിതയായ 20കാരി മകൾ പ്രസവിച്ചെന്ന് കേട്ട് തളർന്നു വീണ അമ്മ. അത്രമാത്രം ദുരൂഹതയും ഞെട്ടലും നിറഞ്ഞ സംഭവമാണ് പുറത്തു വരുന്നത്. കടുത്ത രക്തസ്രാവത്തെ തുടർന്നാണ് ബികോം വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിച്ചത്. വീട്ടിലെ കട്ടിലിൽ രക്തം തളം കെട്ടി കിടക്കുന്നത് കണ്ട മാതാപിതാക്കൾ ഞെട്ടി. മക്കൾക്ക് ഗുരുതരമായ പ്രശ്നം എന്തോ സംഭവിച്ചെന്ന് കരുതിയ മാതാപിതാക്കൾ മകൾ പ്രസവിച്ചെന്ന് ഡോക്ടർ പറഞ്ഞാണ് അറിയുന്നത്. ഉടൻ തന്നെ ഡോക്ടർ DMOയെ വിവരം അറിയിച്ചു. പിന്നാലെ ആശുപത്രി ആശാപ്രവർത്തകരും പോലീസും 20കാരിയുടെ വീട്ടിലേക്ക്. വിദ്യാർത്ഥിനിയുടെ ഡോക്ടർ കാര്യങ്ങൾ തിരക്കിയപ്പോൾ കുട്ടി ബക്കറ്റിലുണ്ട് എന്ന മറുപടിയാണ് കിട്ടിയത്. പിന്നാലെ ആശാപ്രവർത്തകരും വീട്ടിലെത്തി ബക്കറ്റും പരിസരവും പരിശോധിച്ചു. വീടിനോട് ചേർന്നുള്ള മതിലിനപ്പുറം ആളൊഴിഞ്ഞ വീടിന്റെ പരിസരത്ത് ചോരക്കുഞ്ഞിന്റെ ജഡം എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപേ പ്രസവിച്ചുവെന്നും പരിശോധനയിൽ പ്രസവിച്ചത് പെൺകുഞ്ഞിനെയാണെന്ന്. അതേസമയം മകൾ ഗർഭിണിയാണെന്നതിന് ശേഷം ആണെന്നതിന് ഒരു സൂചന പോലും മാതാപിതാക്കൾക്കോ അമ്മൂമ്മയ്ക്കോ കിട്ടിയില്ല. പ്രസവിച്ചയുടൻ കരയാതിരിക്കാൻ വാവുത്തിയപ്പോഴാണ് കുട്ടി മരിച്ചതെന്ന് സംശയിക്കുന്നത്. പ്രത്യക്ഷത്തിൽ കുഞ്ഞിന്റെ ശരീരത്തിൽ കാര്യമായ പരിക്കുകളൊന്നും. മുറിക്കകത്ത് പ്രസവിച്ച ശേഷം പൊക്കിൾ കൊടിയും കാട്ടിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. പെൺകുട്ടിക്ക് സഹോദരി കൂടിയുണ്ട്. അമ്മൂമ്മ വീട്ടിലെത്തുന്ന കുഞ്ഞുങ്ങളെ അക്ഷരം പഠിപ്പിക്കുന്നുണ്ട്. പീഡനമാണോ എന്നതുൾപ്പെടെ പോലീസ് ആദ്യം സംശയിച്ചിരുന്നു. പിന്നീട് പെൺകുട്ടി തന്നെ മൊഴി രേഖപ്പെടുത്തി. കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. മാനസിക നില വീണ്ടെടുത്ത ശേഷം പെൺകുട്ടിയെ വിശദമായി ചോദ്യം ചെയ്യും. സഹപാഠികളുടെ അടക്കം മൊഴിയെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്.